ഓണക്കാലത്തെ ആഘോഷത്തിമറുപ്പിലായിരിക്കുമല്ലേ എല്ലാവരും. ഭാരത് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണക്കാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾക്ക്, പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ചും ഓർമ്മ വരുന്നത് ഒരു കൂട്ടം നല്ല ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ സദ്യ, അല്ലെങ്കിൽ നമ്മുടെ ഊഞ്ഞാലാടിയ കാലങ്ങൾ, പൂക്കളമിട്ട ഓർമ്മകൾ, ഇത്തരം ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുള്ളത്. എന്നാൽ ഇന്ന് നമ്മളുടെ ഭാരത് ടി വിയിലെ ഈ പ്രോഗ്രാമിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ അത്രയും നൊസ്റ്റാൾജി ഉണ്ടെങ്കിലും അത്തരത്തിലേക്കുള്ള ഒരു നാട്ടിലേക്കുള്ള ഒരു യാത്രയിലല്ല നമ്മൾ പോകുന്നത്. യെറ്റ് ആ ഒരു നൊസ്റ്റാൾജിക് എലിമെന്റ് എന്തായാലും ഇവിടെ ഉണ്ട്. എന്താണെന്നല്ലേ, മലയാള ജാലകത്തിന്റെ ഒരു നൊസ്റ്റാൾജിക് ജേർണിയിലാണ് നമ്മൾ ഇന്നത്തെ ഓണ പരിപാടി കൊണ്ടുപോകാൻ പോകുന്നത്. മലയാള ജാലകത്തിന്റെ തുടങ്ങിയ ആരംഭകാലത്തുള്ള 4 നെടുന്തൂണുകളെ നമുക്ക് വീണ്ടും ഒന്ന് പരിചയപ്പെടാം. വിന്തം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഇതിൻ്റെ പിന്നിൽ ശരിക്കും പ്രവർത്തിച്ചതെന്ന് തന്നെ പറയാം. വിന്തമ്മിന് സ്വന്തമായിട്ടുള്ള ഒരു റേഡിയോ ഷോയാണ്, റേഡിയോ സ്റ്റേഷനാണ് വിൻ FM കമ്മ്യൂണിറ്റി സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയിൽ പല ഭാഷയിലുള്ള റേഡിയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമുക്കുള്ള ഈ ഇൻട്രസ്റ്റ് കാരണം അതിന് മുൻകൈ എടുക്കുകയും അങ്ങനെ നമുക്കൊരു സ്ലോട്ട് കിട്ടുകയാണ് ചെയ്തത്. നമ്മൾ ആദ്യമായിട്ട് കൂടി ചേർന്ന 4 പേരായിരുന്നു സാൽവിയും റെനിയും ശുഭയും. അല്ലേ സാൽവി? അതെ, ഞങ്ങൾ അങ്ങനെ 4 പേരും കൂടിയാണ് ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങുകയും വിൻ FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ മലയാളം ഒരു പരിപാടി തുടങ്ങാനായിട്ട് ഉള്ള ശ്രമം നടത്തുകയും ചെയ്തത്. അപ്പം നിങ്ങൾ ഈ 4 സെഗ്മെന്റ് എന്ന് പറയുന്ന ഓരോ ആഴ്ചയും ഓരോ സെഗ്മെന്റ് വെച്ചിട്ടായിരുന്നോ ചെയ്തിരുന്നത്, അതോ എങ്ങനെയാണ് 4 സെഗ്മെന്റ് ഡിവൈഡ് ചെയ്തിരുന്നത്? ഇല്ല, ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് ഞങ്ങളുടെ ടൈം. അതിൽ ഞങ്ങൾ അവിടെ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ടോക്ക്, 30 മിനിറ്റ്സ് സോങ്. അപ്പോൾ ആ 30 മിനിറ്റ്സിൽ ഞങ്ങൾ 4 സെഗ്മെന്റ്സ് ചെയ്യുന്നു അല്ലേ. ഓരോ മിനിറ്റും സെക്കൻഡ്സും പാട്ടിന്റെ സെക്കൻഡ്സും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത്, അതും ന്യൂസ് ഉൾപ്പെടെ ന്യൂസും കൂടെ ഹാൻഡിൽ ചെയ്ത്. തുടക്കം നമ്മൾ ന്യൂസിലാണ് നമ്മൾ തുടങ്ങുന്നത്. തുടങ്ങിയിട്ടാണ് നമ്മൾ ടോക്ക് ഷോയിലേക്ക് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ട് നമ്മൾ സോങ് ഇടും. ഓ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ന്യൂസ് സെഗ്മെന്റും കൂടി ഇൻവോൾവ് ചെയ്ത് 4 സെഗ്മെന്റ് ആക്കുക എന്നുള്ളത് കൊള്ളാം. സാൽവിക്ക് മാത്രമാണ് അതിനകത്ത് ഒരു ഇത്തിരിയെങ്കിലും മീഡിയ എക്സ്പോഷർ ഉള്ളത് അല്ലേ, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സാൽവി ജേർണലിസ്റ്റ് ആണ് അല്ലേ? ഓൾറൈറ്റ്. അപ്പൊ എനിക്ക് സാൽവിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഒന്ന്. സാൽവി, ജേർണലിസ്റ്റിന് ശേഷം നാട്ടില് വല്ല മീഡിയ എക്സ്പോഷർ ഉണ്ടായിരുന്നോ, അതോ ഇവിടെ വന്നിട്ട് ഈ മലയാള ജാലകമായിരുന്നോ ആദ്യത്തെ എക്സ്പോഷർ ടു മീഡിയ? അല്ലല്ല, നാട്ടില് ഞാൻ മീഡിയയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ ചാനലിലായിരുന്നു. അതിനുശേഷം കണ്ടന്റ് റൈറ്റിംഗിൽ പോയി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഡൽഹിയിൽ വന്നു. അവിടെയും ഞാൻ മീഡിയയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് വന്നത്. ഇവിടെ വന്നിട്ടും ഞാൻ ആ പ്ലാറ്റ്ഫോം വിടാതെ ഞാൻ ഇവിടുത്തെ ഒരു ഇന്ത്യൻ മാഗസീന് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. അതിനിടയ്ക്കാണ് ഈ മലയാള ജാലകം വന്നത്. അതെ, ഇന്ത്യൻ മാഗസീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും മിസ്സിങ് ഫീൽ ചെയ്തിട്ടില്ല നാട്ടിൽ നിന്ന് വന്നപ്പോൾ? യൂഷ്വലി എല്ലാവരും പറയാറുള്ളത്, എനിക്കും ഒരിടയ്ക്ക് ആദ്യം തോന്നിയിരുന്നതാണ്, ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെ ലോസ്റ്റ് ആയിന്നോ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്ന അത്രയും ആക്റ്റീവ് ആവാൻ പറ്റില്ല, ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ ഇവിടെ വന്നപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് എക്സ്പോഷറായിട്ട് ഇത് വന്നോ? ഇല്ല, വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നാട്ടിനെക്കാട്ടി ആക്റ്റീവ് ആകാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വരുന്നത്. പക്ഷെ വന്നപ്പോൾ ആ തുടക്കത്തിൽ എനിക്കത് കിട്ടിയില്ല. പിന്നെ സ്ലോലി ഞാൻ ആ മാഗസിനിലേക്ക് വന്നപ്പോഴും പിന്നെ മലയാള ജാലകം തുടങ്ങിയപ്പോഴും ഒക്കെയാണ് കൂടുതൽ ആ എക്സ്പോഷറിലേക്ക് വന്നത്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ 4 സെഗ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു ഈ 4 സെഗ്മെന്റ്? ഞങ്ങൾ തുടക്കത്തിൽ ആദ്യത്തെ സെഗ്മെന്റ് നമ്മുടെ ടോക്ക് ഷോ ആയിരുന്നു. അതൊരു 5 to 7 മിനിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ടോക്ക് ഷോയിൽ നമ്മൾ ആ ആഴ്ചയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നടന്നെങ്കിൽ, നമ്മളിപ്പം സാൽവി പറഞ്ഞതുപോലെ ഗാന്ധി ജയന്തിയുടെ കാര്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്സ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ അങ്ങനെ ടോപ്പിക് ഒന്നും കിട്ടാഞ്ഞപ്പം ഞങ്ങളൊരു ട്രാവലോഗ് ചെയ്തു. അത് ഓൾമോസ്റ്റ് നാട്ടിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ടൂറിസ്റ്റ് സ്പോട്ട്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു കേരള ടൂറിസം മാതിരിയുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. സോ അങ്ങനത്തെ ഒരു ടോക്ക് ഷോ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂസ്, പിന്നെ ഒരു കളിക്കുടുക്ക എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സെഗ്മെന്റ് തുടങ്ങിയായിരുന്നു. കളിക്കുടുക്ക മെയിൻലി കുട്ടികളെ ഫോക്കസ് ചെയ്ത് ഉള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ ഇച്ചിരി വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ കുറേ എക്സ്പെരിമെന്റ്സ് ചെയ്തു, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്തു. പിന്നെ വീട്ടിലെ അമ്മമാർക്ക് വേണ്ടി നമ്മൾ പാചകം ചെയ്യുമായിരുന്നു. എനിക്ക് വലിയ ഓർമ്മയില്ല ആ സെഗ്മെന്റിന്റെ പേര് എന്തോ ആയിരുന്നു. ഊട്ടുപുര. ഓക്കെ, ഊട്ടുപുര ചെയ്യുമായിരുന്നു. പിന്നെ
ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, എൻ്റെ അമ്മോ എന്തൊക്കെയാണ് സെഗ്മെന്റ്സ് അല്ലേ. ബ്യൂട്ടി ടിപ്സ് ശുഭയുടെ ആയിരുന്നു. ശുഭ പറയൂ അതിനെ പറ്റി. വെരി ഇൻട്രസ്റ്റിംഗ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആർജകളാണ്. അപ്പോൾ നമ്മളെ ഈ റേഡിയോ ഷോ കേൾക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ദുബായ് FM-ഉം നാട്ടിലെ FM ഒക്കെയാണ്. അപ്പോൾ അതിലൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ റെനി പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ ലിസണേഴ്സിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അപ്പോൾ പാചകം പറഞ്ഞു, കുട്ടികളുടെ ഒരു സെഗ്മെന്റ് വേണം, അപ്പോൾ അതും ആയി. അപ്പോൾ പിന്നെ എല്ലാവരും നമുക്ക് ലേഡീസൊക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ് ബ്യൂട്ടി ടിപ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ടിപ്സ്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ അങ്ങനത്തെ 2-3 എണ്ണം ഇടുമായിരുന്നു. സൗന്ദര്യം അപ്പൊ ആൾക്കാർ ഫോൺ വിളിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അങ്ങനത്തെ ചാൻസസ്. അത് ഞങ്ങൾ ഇതിന് ശേഷമാണ് അങ്ങനത്തെ ഉള്ളൊരു ചാൻസ് ഇതിലേക്ക് വന്നത്. കാരണം ആൾക്കാരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് പിന്നെ അതിനു മുമ്പ് ഞങ്ങൾക്ക് അവിടെ പാനൽ ട്രെയിനിങ് തന്നു. അപ്പോൾ ആ ട്രെയിനിങ് തന്നതിൽ നമ്മൾ ഫോൺ ഇൻ ചെയ്ത് നമുക്ക് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കാവുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആൾക്കാരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ഈ ഷോയുടെ ഇടയ്ക്ക് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പരിപാടി തുടങ്ങി. എന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ആൾക്കാർ കൂടുതലും നമുക്ക് മെസ്സേജ് വഴിയും ഫോൺ വഴിയും ഒക്കെ ആൾക്കാർ കൂടുതലും ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കൂടുതലും ആൾക്കാരിലേക്ക് അത് റീച്ച് ആവുന്നത്. ഓക്കെ. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ മലയാള ജാലകമാണ് ഓസ്ട്രേലിയയിലെ ആദ്യത്തെ മലയാളി FM എന്ന് പറയാം. മലയാളം കവർ ചെയ്ത് വിക്ടോറിയയിലാണെന്ന് ഉറപ്പായിട്ട് സിഡ്നിയിലൊക്കെ മുമ്പ് ഒരെണ്ണം തുടങ്ങിയെന്നാ പറയണേ. പക്ഷെ വിക്ടോറിയയിലെ ആദ്യത്തെ മലയാളം അല്ലേ. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ പൊതുവെ നമ്മളുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും എല്ലാവർക്കും അറിയാം ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓസ്ട്രേലിയ ഈസ് വെരി ഡിഫറെൻറ്റ് കമ്പയർഡ് ടു ദി ഗൾഫ് കൺട്രീസ് അല്ലേ. അവിടുത്തെ മലയാളി പോപ്പുലേഷൻ വെച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴും വി ആർ സ്റ്റിൽ ബേബീസ് ഇൻ കൺസിഡറേഷൻ ടു ദ പോപ്പുലേഷൻ ഓഫ് മലയാളീസ് അറൗണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഒരു ടോട്ടലി പ്യോർലി മലയാളമായിട്ടുള്ള ഒരു റേഡിയോ പ്രോഗ്രാം ചെയ്തിട്ട് സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഇത് വേറെ ആൾക്കാർ കോപ്പി ചെയ്യുമില്ല, വേറെ റേഡിയോ ചാനൽസ് ഇപ്പോൾ വരുമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ആണെന്ന് അറിയാം. എന്നാലും നിങ്ങളുടെ ആ ഒരു സക്സസ് സ്റ്റോറിയുടെ ഒരു ലൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തെ പ്രതികരണം? ആൾക്കാർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പാഷനാണ് നമ്മളെ ഇപ്പം ഇത്ര 5 വർഷമായിട്ട് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തിരിച്ച് ചെയ്യണം. അത് നമ്മൾ സ്നേഹിക്കുന്ന ഭാഷയിലൂടെ ആകുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു സുഖമുണ്ടല്ലോ. അത് മാത്രമല്ല, അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂറാണ് നമ്മൾ അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുള്ളെങ്കിലും നമ്മൾ അതിന് പിന്നിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ വളരുന്നുണ്ട്. ഒപ്പം നമ്മൾ ഒത്തിരി പേരെ ഇന്റർവ്യൂ ചെയ്യുന്നു, മറ്റുള്ളവരെ നമ്മൾ കുടുംബങ്ങളെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അവരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു മലയാളി സമൂഹത്തിന് എങ്ങനെ ആ മലയാളത്തിന്റെ നന്മ കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. എനിക്ക് തോന്നുന്നത് നമ്മൾ 4 പേരും കൂടുതൽ അടുത്തതും തന്നെ ഒരു ഷോ കാരണമാണ്. ഇത്ര വർഷം കഴിഞ്ഞു വീണ്ടും നമ്മൾ ആ ഷോനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു. നമുക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ല, സൽവിയല്ല നമ്മളെ വെച്ചൊക്കെ ഒന്നുമില്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു 5 വർഷം ചെയ്യാൻ പറ്റിയല്ലോ. ഇപ്പൊ ഹിറ്റ് FM അല്ലെങ്കിൽ മറ്റുള്ള FM-നൊക്കെ അവരെ പിന്തുണയ്ക്കാൻ തന്നെ ഒരു ടെക്നോളജി വിങ് ഉണ്ട്, അവർ അഡ്വർടൈസ്മെന്റ് ഫുൾ ഉണ്ട്. ഇതൊന്നുമില്ലാതെ നമ്മുടെ ഫുൾ ജോലിയും നമ്മുടെ കുടുംബം കുട്ടികളും ഒപ്പം നമ്മുടെ ബാക്കിയുള്ള എല്ലാവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ഇത്രയധികം കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്കും അതിൽ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ അഭിമാനിക്കുന്നുണ്ട്. ശരിയാണ് ഇപ്പൊ പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ 5 വർഷം മുമ്പത്തേക്ക് തിരിച്ചു പോവുകയാണ്. ശരിക്കും 4 പേര് ഞങ്ങൾ കൂടിയിരുന്നതും സ്ക്രിപ്റ്റ് എഴുതിയതും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ആ ഒരു കാലത്തേക്ക് ഞാൻ തിരിച്ചു പോയി. ശരിക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന എല്ലാവരും റെനി ആണെങ്കിലും ബിസ്മി ആണെങ്കിലും ഫുൾ ടൈം ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവര് പിള്ളേരുണ്ട്, നമുക്ക് അവരെ നോക്കണം ഇതിനിടയ്ക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി റെഡി ആയതുകൊണ്ട് നമുക്ക് ഇൻകൊന്നുമില്ല, നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസാണ് ശരിക്കും ചെയ്യുന്നത്. അതിനിടയ്ക്ക് ആഴ്ചയിലെ ഈ 7 ദിവസത്തിനുള്ളിൽ അടുത്ത ആഴ്ച നമ്മൾ എന്ത് സെഗ്മെന്റ് ചെയ്യണം, അത് നമ്മളെ എങ്ങനെ. അപ്പോൾ ആദ്യത്തെ ഷോ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരുടെയും പ്രതികരണം എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ, കാരണം ഇത് ലൈവല്ലേ, എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു നെർവസ് ആയിരുന്നു. പിന്നെ അതേപോലെ അന്ന് മലയാളം ഡോഗ്സ് ഒക്കെ ശരിക്ക് എഴുതിയിടുന്നതിനേക്കാളും ഇങ്ങനെ ഇംഗ്ലീഷുള്ളതെല്ലാം ഇവര് മലയാളം ഡോക്യുമെന്റ്. അപ്പൊ എനിക്ക് അത്ര കമ്പ്യൂട്ടറിന്റെ റെനി IT ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് റെനി കുറെ അങ്ങനെ എല്ലാം ചെയ്തു തരും. പിന്നെ ഈ കോട്ടയം, ഞാൻ ഒറ്റപ്പാലൊക്കെ ആയതുകൊണ്ട് കൊളോക്കിയൽ ഈ ഭാഷകൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അവര് എഴുതി തരുന്ന സ്ക്രിപ്റ്റ് നമുക്ക് പറയുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. എല്ലാവരും ആ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്ത് തന്നെയാണ് പോവുക. ആദ്യത്തെ ഒരു 6 മാസത്തോളം സ്ക്രിപ്റ്റ് തെറ്റിയ പിറ്റേ ദിവസം അടിയാണ്.